വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ച് കേരളം. ഇതുവരെ 125 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. 100-ലധികം പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അതേസമയം മരിച്ചവരിൽ 48 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാത്രിയായതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറും എം മനോജും ചേരുന്നു. അതിനു മുൻപ് നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും പ്രതികരണങ്ങളും കാണാം. വീട്ടിലായപ്പോൾ ഞങ്ങളുടെ വീടാണ് ഏറ്റവും ഫസ്റ്റ് പോണത്. കാരണം പറഞ്ഞാൽ ഞങ്ങളവിടെയാണ് 2 പുഴ, അവിടുന്ന് രണ്ടും ഇത് സമ്മർദ്ദത്തിലായിട്ടാണ് മേലെ കയറി മേലെ നിന്ന് ഇങ്ങനെ മൊത്തം താഴ്ക്കൊണ്ടതാണ് മൊത്തം. പക്ഷെ നല്ല അത്യാവശ്യം പുഴയും ഞങ്ങളെ വീട് അയച്ചു പറഞ്ഞാൽ 25 അടിൻ്റെ മേലുണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ടിലുള്ള അയൽവാസി എൻ്റെ മൊത്തം ഇവരൊക്കെ പിന്നെ അതിനും കൂടുതലായിട്ടുള്ള സ്ഥലത്താണ്. പക്ഷെ അവർ എല്ലാവരും പോയി കുത്തല്ല. അപ്പം ഞങ്ങളും എൻ്റെ ഒപ്പം വേറൊരു കൂട്ടുകാരൻ അപ്പുറത്തുള്ള ഒരു അയൽവാസി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ആ പരിസരത്ത് 5 സെൻറ്റ് 10 സെൻറ്റ് ഉള്ളവരുള്ളൂ. പരിസരത്ത് ഒരുപാട് ആൾ പോയി കളയുന്നു. ആ സൗണ്ട് കേട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കിയതും കംപ്ലീറ്റ് ഫ്രണ്ടിലുള്ള വീട് പൊളിയാൻ തുടങ്ങി. നമ്മളെ മുറ്റം നിറയെ വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങൾ പോയി എന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മളെ വീടിൻ്റെ ബേക്കിലൂടെ ഇറങ്ങി പറമ്പിലൂടെ ഓടി എങ്ങനെയോ ഏതോ ഒരു വീട്ടിലെത്തിപ്പെട്ടു. പക്ഷെ അവിടെയും സേഫ് അല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് രണ്ടാമത് പൊട്ടിയപ്പോൾ നമ്മൾ നിന്ന വീടും എല്ലാം പോയി. ഞങ്ങൾ ഏതോ ഒരു കുന്നിൻ്റെ പുറത്തായിരുന്നു. ഇരുട്ടിൽ 2-3 മണിക്കൂർ നിന്നിട്ടുണ്ടായിരുന്ന മഴയത്ത്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം അവിടെ നിന്ന് വെളിച്ചം വരാൻ വേണ്ടി എങ്ങനെയോ കാത്തു നിന്ന് ആരൊക്കെയോ വന്നിട്ടാണ് രക്ഷിച്ചുകൊണ്ട് പോയത്. പിന്നെ ഞങ്ങൾ വേറെ വഴി കൂടെ ഒക്കെ വന്നിട്ടാണ് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. മേലിൽ നിന്ന് മുണ്ടക്കൈ മല മൊത്തത്തിൽ ഇടിഞ്ഞു വന്നിട്ട് ആ ഒരു പ്രദേശം മൊത്തം ഇല്ലാതായിരിക്കുകയാണ്. മൊത്തം മണ്ണിൻ്റെ അടിയിലാണ് ഉള്ളത്. ഞങ്ങൾ തന്നെ ഒരു ഏകദേശം 20ഓളം ആൾക്കാരെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ അവസ്ഥ. വളരെ ദയനീയമാണ്. ദുരന്തഭൂമിയായി വയനാട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.